കലോത്സവ നഗരിയിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവരെ നിയന്ത്രിക്കുവാനും അവർക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നൽകുവാനും ഒക്കെ കൈമെയ് മറന്ന് പണിയെടുക്കുകയാണ് നമ്മുടെ ഒരു വിഭാഗം കുട്ടികൾ. SPC കുട്ടികളുണ്ട്, ഇതിൽ JRC ഉണ്ട്, ഹരിത പ്രോട്ടോക്കോൾ ഉണ്ട്. അങ്ങനെ കൃത്യമായി അവരുടെ ജോലികൾ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാവർക്കും കൂപ്പൺ ആവശ്യമുണ്ടെങ്കിൽ ഈ യൂണിഫോം ഇട്ട് പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് അവിടെ കൂപ്പൺ പോലും ആവശ്യമില്ലാത്തത്. അത്തരത്തിൽ ഇവർക്ക് ഇവിടെ പ്രത്യേക പരിഗണനയുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന അവരുടെ വലിയൊരു കടമ അത്ര ചെറിയതൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒന്ന് സംസാരിക്കാനുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനുണ്ട്. നമസ്കാരം, എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ കലോത്സവം തുടങ്ങിയ സമയം മുതൽ ഇവിടെ ഉണ്ട് അല്ലേ, യൂണിഫോമിലും മറ്റുമൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് ഇത്രയും ദിവസം ഇവിടെ പണിയെടുത്തിട്ട്? എങ്ങനെയാണ് ഒരു അനുഭവമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അനുഭവം തന്നെയാണ്. അവർ വളണ്ടിയർ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ട് അവർ സഹായിക്കാനും പിന്നെല്ലാം അവർ സഹായിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. മാഷിലേക്ക് വരികയാണെങ്കിൽ ഹരിത പ്രോട്ടോക്കോളിൽ ഈ കുട്ടികളുടെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ചില്ലറ പണിയാണോ? ഏതായാലും വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇവർക്ക് ഉൾക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഈ കലോത്സവം ഹരിതമയമാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അതിൻ്റെ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം ഈ എല്ലാ വേദികളും ഹരിതമയമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ NSS ഉണ്ട്, സ്റ്റുഡൻറ്റ് പോലീസ് ഉണ്ട്, JRC ഉണ്ട്. ഇവരോടൊക്കെ സഹായം. അതിനപ്പുറം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹരിത കർമ്മസേനയുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരൊക്കെ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം. ഇത്രയും ആളുകൾ എത്തിച്ചേരുമ്പോൾ അവരെ നിയന്ത്രിക്കാന്നുള്ള ചെറിയൊരു പണിയൊന്നും അല്ല, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ. അപ്പോൾ ഈ വെയിലിനെയും പൊടിയും ഒക്കെ അതിജീവിച്ച് പിള്ളേർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എത്രത്തോളം ഉണ്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് മേഡം ഭവൻ പറഞ്ഞത് ഈ വലിയവരെക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കാണെന്ന്. അപ്പോൾ ആ ഒരു സന്ദേശമാണ് ഈ കുട്ടികളെ നമ്മുടെ ഈ ഒരു സംഘത്തിലേക്ക് കൂടുതൽ ഉൾച്ചേർത്തത്. അതെ, വലിയവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ കുട്ടികൾക്കാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഒരു മടിയില്ലാതെ ഈ പൊടിയും വെയിലും ഒക്കെ നോക്കി എങ്ങനെയാണ് ഈ ഒരു പണി ചെയ്യാൻ? സുഖമാണോ? സുഖം. നേരത്തെ എന്നോട് ചോദിച്ചാൽ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് ചോദിച്ചു. ഇപ്പം ഞാൻ മൈക്കും കൊണ്ട് വന്നപ്പോൾ ഒന്നും സംസാരിക്കാനില്ലേ? നാണമാണ്, പക്ഷെ അവരവരുടെ പണിയെടുക്കുന്ന കാര്യത്തിൽ ഈ നാണമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഇവിടെ ഈ യൂണിഫോം ഒക്കെ ഇട്ട് ഇത്തിരി ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ ഒരു കൃത്യമായ ജോലിയുണ്ട്, വെറുതെ വന്ന് കലോത്സവം കൊണ്ട് പോകുമല്ല, അത് ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് നാളത്തെ തലമുറയും നാളത്തെ വാഗ്ദാനങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ ഇതിപ്പോൾ ഒരു കുഞ്ഞു കാര്യമല്ല, ഇത്രയും വലിയ ഒരു കലോത്സവത്തിൻ്റെ മുന്നിൽ നിന്ന് പണിയെടുക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മുന്നോട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മുതൽക്കൂട്ടാവും തോന്നില്ലേ? ഉണ്ട്. എന്താണ് നമ്മുടെ ചാനലിനോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവരുടെ ഈ ഒരു ചെറിയൊരു പണിയല്ല ഇവർ ചെയ്യുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ്, ഇവർക്കൊരു സപ്പോർട്ട് നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നെറ്റ്വർക്ക് ചാനലിലൂടെ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തിയതും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും സുമേഷിനൊപ്പം KN വർഷ.